welcome back to my channel. So ഇന്നത്തെ വീഡിയോ വരുന്നത് ആമസോൺ ബ്യൂട്ടി ഹോൾ ആണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഏറ്റവും ഫസ്റ്റ് വരുന്നത് എൻചാൻറ്ററിൻ്റെ ഒരു സ്പ്രേ ആണ്. ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയായിട്ട് നല്ലൊരു ഫ്ലോറൽ സ്മെല്ലാണ്. ആൻഡ് ഈ ഒരു വേരിയൻറ്റ് വരുന്നത് റൊമാൻറ്റിക് ആട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സ്പ്രേ ആണിത്. ആൻഡ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആട്ടോ. 184 റുപ്പീസിനാണ് ഞാനത് പർച്ചേസ് ചെയ്തത്. ആൻഡ് അതുപോലെ തന്നെ എൻചാൻറ്ററിൻ്റെ ടാൽക്കം പൗഡറും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു പൗഡർ ആട്ടോ അത്. കുറേ പേര് ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇതും റൊമാൻറ്റിക് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആട്ടോ. നല്ല സ്മെല്ലാണ് വരുന്നത്. ഇത് ക്വാണ്ടിറ്റി വരുന്നത് 250 ഗ്രാം ആണ്. 199 റുപ്പീസിനാട്ടോ അത് പർച്ചേസ് ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് ഒരു റീപർച്ചേസ് ആണ്. ഇത് മൂന്നാമത്തെ വട്ടമാട്ടോ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഒരു ഹെയർ സിറം ആണ്. ഇത് വിൽവയുടെ ആൻറ്റി ഫ്രിസ് ഹെയർ സിറം ആണ്. മൂന്നാമത്തെ വട്ടമാണ് ഞാൻ അത് പർച്ചേസ് ചെയ്യുന്നത്. അത്രയ്ക്ക് ഇത് എനിക്ക് ഇഷ്ടമായി കേട്ടോ. ആൻഡ് ഇതിലാണെങ്കിൽ ബ്ലാക്ക് സീഡ് ഓയിൽ ആൻഡ് കറി ലീഫ് ഓയിൽ ഉണ്ട്. 30 ml ഓഫ് പ്രോഡക്റ്റ് ആട്ടോ. നല്ല ഹെയർ സിറം ആണ്. നന്നായി നമ്മുടെ ഭയങ്കര ഫ്രിസി ആയി കിടക്കുകയാണെങ്കിൽ അത് കുറച്ചെടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. നല്ല ഒതുങ്ങി കിടക്കും കേട്ടോ ഹെയർ. ആൻഡ് ഇതിൻ്റെ സ്മെല്ലാണെങ്കിൽ കുറച്ച് ഓയിൽസിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് സ്മെല്ലാട്ടോ വരുന്നത്. നല്ല ഹെയർ സിറം ആണ്. അടുത്തതും വിൽവയുടെ ഒരു റീപർച്ചേസ് ആണ്. എനിക്ക് വിൽവയുടെ പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടമാട്ടോ. എസ്പെഷ്യലി അവിടെ ഷാംപൂ, പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഹെയർ സിറം, പിന്നെ വരുന്നത് ഈ ഒരു മിൽക്ക് ഡ്രോപ്സ് ആണ്. ഇതും റീപർച്ചേസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു സെറം. ഇതാണെങ്കിൽ റൈസ് മിൽക്ക് എക്സ്ട്രാക്ട്, മറൈൻ ആൽഗെ എക്സ്ട്രാക്ട് ആൻഡ് ആൽഫ ആർബുട്ടിൻ ഉണ്ട്. ആൻഡ് ഇതാണെങ്കിൽ ബ്രൈറ്റൻസ് ആൻഡ് ഫേഡ് സ്കാർസ്. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അത് നല്ല ടെക്സ്ചർ ആട്ടോ ഇതിൻ്റെ. അപ്പോൾ നല്ലൊരു സിറമാണ്. ഞാനത് പർച്ചേസ് ചെയ്തത് 640 റുപ്പീസിനാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഫീൽ ആയത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഒരു ഡൾനെസ് ഒക്കെ മാറിയിട്ടൊരു നല്ല ഗ്ലോ വന്നിട്ടുണ്ട്. നല്ലൊരു സെറം കേട്ടോ. ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസ് അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ സ്കിന്ന് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനും. എനിക്കിത് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഇഷ്യൂസോ അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ. അടുത്ത വരുന്നത് ഒരു അണ്ടർആം റോൾ ഓൺ ആണ്. ഇത് മിനിമലിസ്റ്റിൻ്റെ അണ്ടർആം റോൾ ഓൺ ആട്ടോ. നാനോ പെപ്റ്റൈഡ് പ്ലസ് ഏഷ്യ ഉണ്ട്, 0.6%. അപ്പോൾ ഇതാണെങ്കിൽ കൺട്രോൾസ് ഓഡർ ആൻഡ് ഫേഡ്സ് അണ്ടർആം ഡാർക്ക്. സോ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതാണെങ്കിൽ ഫ്രാഗ്രൻസ് ഫ്രീ ആട്ടോ, പിന്നെ അലുമിനിയം ഫ്രീ ആണ്. അത് യൂസ് ചെയ്താൽ അണ്ടർആം സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറേ നേരം ആ ഒരു സ്മെല്ല് ഉണ്ടാവത്തില്ല. പിന്നെ ഇതാണെങ്കിൽ ഫ്രാഗ്രൻസ് ഫ്രീ ആട്ടോ. ഇതിന് പെർട്ടിക്കുലർ ആയിട്ടൊരു സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ഒരു സ്മെല്ലുള്ള ഡിയോഡ്രൻറ്റ് നോക്കുകയാണെങ്കിൽ വേറെ ഡിയോഡ്രൻറ്റ് പർച്ചേസ് ചെയ്യുന്നതാവും നല്ലത്. ഇതിന് സ്മെല്ലൊന്നുമില്ല. ആൻഡ് അത് ഡാർക്ക്നെസ് ഫെയ്ഡ് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് കുറച്ച് യൂസ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ അണ്ടർആം ഡാർക്ക്നെസ് ഒക്കെ ഫെയ്ഡ് ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് കുറച്ച് കാലം യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാം. ഞാനിപ്പോൾ കുറച്ച് റൂട്ടീനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഡാർക്ക്നെസ് ഒന്നും കൂടിയിട്ടില്ല കേട്ടോ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 379 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് പ്ലമ്മിൻ്റെ ബോഡി ലവ് റേഞ്ചിലുള്ള ഈ ഒരു മോയ്സ്ചറൈസറാണ്. ബോഡി യോഗേർട്ട് എന്നാട്ടോ അത് പറയുന്നത്. ആൻഡ് ഇത് ഈ ഒരു വേരിയൻറ്റ് വരുന്നത് വാനില വൈബ്സ് ആണ് വിത്ത് ആലോ ജ്യൂസ്. വേറെ വേരിയൻസും അവൈലബിൾ ആട്ടോ. അപ്പോൾ ഞാൻ അത് ചൂസ് ചെയ്യാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്ലമ്മിൻ്റെ വാനില വൈബ്സ് ബോഡി മിസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഫസ്റ്റ് ഒന്നും എനിക്ക് അതിൻ്റെ സ്മെല്ല് വലിയ ഇഷ്ടമായിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനിതിൻ്റെ ബോഡി യോഗേർട്ട് പർച്ചേസ് ചെയ്ത് വേറെ പ്രൊഡക്റ്റും ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആട്ടോ. ഇങ്ങനെ ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അപ്പോൾ ഭയങ്കര റണ്ണിങ് കൺസിസ്റ്റൻസി ആട്ടോ. നല്ല മോയ്സ്ചറൈസർ ആട്ടോ. പിന്നെ ഇതിൻ്റെ സ്മെല്ലാണെങ്കിലും അടിപൊളിയാണ്. കുറച്ച് റണ്ണി കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള ക്രീം ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ഹൈഡ്രേഷൻ തരും. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 446 റുപ്പീസിനാണ്. അടുത്തത് പ്ലമ്മിൻ്റെ ബോഡി ലവ് റേഞ്ചിലെ ബോഡി ഓയിലാണ്. ഇതും വാനില വൈബ്സ് ആണ്. സെയിം സ്മെല്ലാട്ടോ വരുന്നത്. അടിപൊളിയായിട്ടുള്ള സ്മെല്ലാണ്. കുറേ പേര് ഈ ഒരു സ്മെല്ലിനെ പറ്റി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എസ്പെഷ്യലി ഇവിടെ ബോഡി മിസ്റ്റ്.
അപ്പോൾ ഇതാണെങ്കിൽ ബോഡി ഓയിലാണ്. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഞാനിടയ്ക്ക് ഈ ഒരു പ്ലമ്മിൻ്റെ ബോഡി യോഗട്ടില്ല, ഇതിൻ്റെ കൂടെ ഇത് ഒരു 2 ഡ്രോപ്പൊക്കെ ഇടയ്ക്ക് മിക്സ് ചെയ്യാറുണ്ട്, 2-3 ഡ്രോപ്സ് ഒക്കെ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഹൈഡ്രേഷൻ കിട്ടും. നല്ല ബോഡി ഓയിലാട്ടോ. പിന്നെ ഈ ബോഡി ഓയിലാകുമ്പോൾ നമ്മൾ അധികം അങ്ങോട്ട് അപ്ലൈ ചെയ്യില്ല. അധികം അപ്ലൈ ചെയ്താൽ ഒരു സ്റ്റിക്കി പോലെ ആവും കേട്ടോ. എസ്പെഷ്യലി പുറത്തൊക്കെ പോകുമ്പം അധികം യൂസ് ചെയ്താൽ ഭയങ്കര സ്റ്റിക്കി. ഒരു 2-3 ഡ്രോപ്സ് ഒക്കെ ഓക്കെ കേട്ടോ, അത് ഒരു കുഴപ്പമില്ല. ഭയങ്കര സ്റ്റിക്കി അങ്ങനത്തെ ഒന്നും ഫീൽ ആവത്തില്ല. വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. പുറത്ത് പോകുമ്പോൾ നമ്മളൊന്ന് കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, അത് നല്ലതാണ്. ഇത് 200 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 479 റുപ്പീസിനാണ് കേട്ടോ. ഇത് കുറച്ച് മുന്നേ പർച്ചേസ് ചെയ്താണ്, ഇത്രയായി കേട്ടോ പ്രൊഡക്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ലാണെങ്കിലും അടിപൊളിയാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു അൺഡ്രൈ ക്രീമാണ്. ഇത് ബയോക്യൂളിൻ്റെ അൺഡ്രൈ ക്രീമാണ്. ഒരു ബ്രാൻഡ് ഞാൻ ഫസ്റ്റ് ടൈം അത് തോന്നുന്നു കേട്ടോ ട്രൈ ചെയ്യുന്നത്. നല്ല അൺഡ്രൈ ക്രീമാണ്. പിന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടെക്സ്ചർ കേട്ടോ, ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആണ് ഐസിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്യുമ്പോൾ. 50 ml ഓഫ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമ്മൾ അൺഡ്രൈ ഡാർക്ക്നെസ് ഒക്കെ നന്നായി കുറയണമെങ്കിൽ നന്നായി ഉറങ്ങണം കേട്ടോ, കറക്റ്റ് ടൈമിലൊക്കെ ഉറങ്ങണം, എന്നാലേ അതിൻ്റെ മീൻസ് നന്നായി ഡാർക്ക്നെസ് ഒക്കെ കുറയാൻ സഹായിക്കുള്ളൂ. നമ്മളിപ്പോൾ ക്രീം കുറേയൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായി ഉറങ്ങിയിട്ടില്ലെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ് പോകത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും അത് ശ്രദ്ധിക്കണം. ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അന്ന് നല്ല മോയ്സ്ചറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഞാൻ അത് പർച്ചേസ് ചെയ്ത് 369 റുപ്പീസ്. അതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.